ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച 7.5 ലക്ഷം രൂപ ഉപയോഗിച്ച് കടനാട് ചെക്ക് ഡാം നവീകരിക്കുന്നു. ചെക്ക് ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടപ്പാക്കാത്തതുമൂലം ചെക്ക് ഡാമിന്റെ ചോർച്ചയ്ക്ക് കാരണമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ ചെക്ക് ഡാമിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയിലൊന്നായ കൈതക്കൽ പൂതക്കുഴി കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളം വേനൽക്കാലത്ത് സുലഭമായി ലഭ്യമാക്കുന്നത് കടനാട് ചെക്ക് ഡാമിൽ നിന്നാണ്. ഏറെ ടൂറിസം സാധ്യതകളാണ് കടനാട് ചെക്ക് ഡാമിലുള്ളത്. അടുത്ത കാലത്ത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കടനാട് വികസന സമിതിയും ചേർന്ന് ചെക്ക് ഡാമിൽ കുട്ടവഞ്ചി സവാരിയും കയാക്കിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നു. 2 കിലോമീറ്ററോളം ദൂരം ചെക്ക് ഡാമിലെ വെള്ളം സംഭരിച്ചു നിർത്തുന്നത് കൊണ്ട് സമീപത്തുള്ള നിരവധി കിണറുകളിലും ജലനിരപ്പ് ഉയരുന്നതിനും ചെക്ക് ഡാം കാരണമാകും. ചെക്ക് ഡാമിന്റെ സൈഡ് സംരക്ഷണ ഭിത്തി ഉയർത്തിക്കെട്ടി മണ്ണിട്ട് നികത്തിയതോടെ കടനാട് കാവുങ്കണ്ടം റോഡിന്റെ വീതി വർദ്ധിക്കുന്നതിനും ഇടയാക്കും. ഇതുപോലെ തോട്ടിലെ ചെളിയും മാലിന്യങ്ങളും കോരിമാറ്റുമ്പോൾ ചെക്ക് ഡാമിൽ കൂടുതൽ വെള്ളം സംഭരിച്ചു നിർത്തുന്നതിനും കഴിയും. പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ ചെക്ക് ഡാമിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ കടനാട് ഈ മേഖലയും ഒക്കെ ധാരാളം ടൂറിസം വികസനത്തിന് സാധ്യതയുള്ള പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ചെക്ക് ഡാമുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വേനല് അടുത്തു വരുന്ന സാഹചര്യത്തില് ഈ വേനൽക്ക് വെള്ളം നിൽക്കുന്ന ചെക്ക് ഡാമുകൾ വളരെ അപൂർവമാണ് എന്നുള്ളതായിട്ട് സംശയമില്ല. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള തോടുകളിലൊക്കെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മഴ നിന്ന് കഴിഞ്ഞാൽ ചെക്ക് ഡാം പറ്റി, അല്ലെങ്കിൽ ചെക്ക് ഡാമിന് ചോർച്ച, അല്ലെങ്കിൽ അവിടെ വെള്ളം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ സൈഡിൽ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ട വെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ മീനച്ചി താലൂക്ക് ഏതാണ്ട് ഒട്ടുമിക്ക ചെക്ക് ഡാമുകൾക്കും ഉള്ളത്. പക്ഷെ ഇവിടെ നമുക്കറിയാം, നമ്മൾ കണ്ടു കഴിഞ്ഞ വേനൽക്കാലത്ത് ഏതാണ്ട് ഈ ചെക്ക് ഡാമിൽ നിന്ന് 2 കിലോമീറ്ററോളം ദൂരം മുകളിലേക്ക് വെള്ളം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് നല്ല നിലയിൽ അവിടെ ഒരു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല ഒരു പ്രോഗ്രാം ഏതാണ്ട് 3, 4, 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആദ്യ വർഷമാണ് നമ്മൾ നടത്തിയത്. നന്നായിട്ട് അത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VG സോമൻ, മെമ്പർമാരായ ഉഷാരാജു, JC സണ്ണി, കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് ജോണി അഴകൻ പറമ്പിൽ, ബെന്നി ഈരൂരിക്കൽ, അരുൺ പാറയ്ക്കൽ, കൂട്ടായി കുറുവത്താഴെ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഐഫോറിയ ന്യൂസ്, പാല.